നമസ്കാരം. അഞ്ചൽ കൂട്ടക്കൊലക്കേസിൽ നിങ്ങൾ തിരയുന്ന കൊലയാളിയുടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരളത്തെ നടുക്കിയ അഞ്ചൽ കൂട്ടക്കൊലയ്ക്ക് ശേഷം 18 വർഷം പോണ്ടിച്ചേരിയിലടക്കം ഒളിവിൽ കഴിഞ്ഞ മുൻ സൈനികരായ ആ പ്രതികൾക്കരികിലേക്ക് CBI എത്തിച്ചത് കേരള പോലീസ് നൽകിയ നിർണായക വിവരങ്ങളായിരുന്നു. പ്രതികളെ പിടിക്കുന്നതിന് ഇന്റലിജൻസ് SP അങ്കിത് അശോകിന്റെ ഇടപെടലായിരുന്നു നിർണായകമായത്. കാണാതായ പ്രതികളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇന്റലിജൻസ് ADGP P. വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് തന്റെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൂട്ടക്കൊല കേസിലെ പ്രതി ദിവിൽ കുമാറിനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെരഞ്ഞ് അങ്കിത് അശോകനും സംഘവും നടത്തിയ അന്വേഷണമായിരുന്നു കേസിൽ വഴിത്തിരിവായത്. കൊല്ലം അഞ്ചൽ സ്വദേശി രഞ്ജിനിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയവരെക്കുറിച്ചുള്ള വിവരം ജനുവരി 1-നാണ് കേരള പോലീസ് CBIക്ക് കൈമാറുന്നത്. നീണ്ട നാളായി ഒളിവിൽ കഴിയുന്ന പ്രതികളുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ നിന്നും AI സാങ്കേതിക വിദ്യയിലൂടെ മാറ്റങ്ങൾ വരുത്തി കണ്ടെത്തിയതായിരുന്നു പോണ്ടിച്ചേരിയിൽ നിന്ന് പിടികൂടാൻ നിർണായകമായത്. ഇന്റലിജൻസിൽ ചുമതല വഹിക്കുന്ന അങ്കിത് അശോകൻ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളാണ്. കുറ്റകൃത്യം നടക്കുന്ന കാലത്തെ ദിവിൽ കുമാറിന്റെ ഫോട്ടോ ലഭിച്ചതോടെ അന്വേഷണം അതിവേഗമായി. വിദ്യാർത്ഥിയായിരിക്കെ തന്റെ നാട്ടിൽ നടന്ന അഞ്ചൽ കൂട്ടക്കൊലയിലെ പ്രതികളെ കാണാമറയത്താണെന്ന് മനസ്സിലാക്കിയ അങ്കിത് അശോകൻ പ്രതിയായ ദിവിൽ കുമാറിന്റെ ഫോട്ടോ വെച്ച് ലക്ഷക്കണക്കിന് ഫോട്ടോ അനാലിസിസ് നടത്തി. അങ്ങനെ ഫേസ്ബുക്കിലെ ഒരു ഫോട്ടോ ദിവിൽ കുമാറിന്റെ പഴയകാല ഫോട്ടോയുമായി സാദൃശ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ദിവിൽ കുമാറിന്റെ ഭാര്യ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഫോട്ടോയാണ് പ്രതിയിലേക്ക് എത്തിച്ചത്. സാമൂഹ്യ മാധ്യമത്തിൽ യുവതിക്കൊപ്പമുള്ളത് ദിവിൽ കുമാറാണെന്ന് വ്യക്തമായതോടെ കൊട്ടാരക്കര SPയെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയെങ്കിലും CBI അന്വേഷിച്ച കേസായതിനാൽ വിവരങ്ങൾ CBIക്ക് കൈമാറുകയായിരുന്നു. ദിവിൽ കുമാറിനെ ആദ്യം പിടികൂടിയതിനു ശേഷമായിരുന്നു രാജേഷിനെ കണ്ടെത്തിയത്. കേസിലെ പ്രതി ദിവിൽ കുമാറിന്റെ പഴയ ചിത്രവുമായി സാമ്യമുള്ള 100-ലധികം പ്രൊഫൈലുകൾ കേരള പോലീസ് പരിശോധിച്ചു. ഒടുവിൽ 3 അക്കൗണ്ടുകളിൽ അന്വേഷണം കേന്ദ്രീകരിച്ചു. അതിൽ ഒരു അക്കൗണ്ടിലെ സ്ത്രീയുടെ വിവരങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. മുഖ്യപ്രതി ദിവിൽ കുമാറിന്റെ മേൽവിലാസം ഉൾപ്പെടെ കണ്ടെത്തിയ ഇന്റലിജൻസ് വിഭാഗം വിവരം ചെന്നൈ CBI യൂണിറ്റിന് നൽകുകയായിരുന്നു. മുഖ്യപ്രതി ദിവിൽ കുമാറിന്റെ 18 വർഷം മുമ്പുള്ള ഫോട്ടോ ടെക്നിക്കൽ ഇന്റലിജൻസ് രൂപമാറ്റം വരുത്തി പരിശോധിച്ചു. അങ്ങനെയാണ് ഫേസ്ബുക്കിലെ ഫോട്ടോയുമായി സാദൃശ്യമുള്ളതായി മനസ്സിലാക്കിയത്. വ്യാജവിലാസത്തിൽ വിഷ്ണു എന്ന പേരിൽ പോണ്ടിച്ചേരിയിൽ താമസിക്കുകയായിരുന്ന ദിവിൽ കുമാറിനെ കണ്ടെത്താൻ ഈ വിവരം നിർണായകമായി. ഈ വിഷ്ണു തന്നെയാണ് ദിവിൽ കുമാർ എന്ന സംശയം ഉയർന്നതോടെ CBI സംഘം നിരീക്ഷണം ആരംഭിച്ചു. ഒരാഴ്ചയോളം നിരീക്ഷിച്ച ശേഷമാണ് ദിവിൽ കുമാറിനെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ താൻ ദിവിൽ കുമാർ ആണെന്ന് ഒരു വിധത്തിലും സമ്മതിക്കാൻ ഇയാൾ തയ്യാറായില്ല. എന്നാൽ സമ്മർദ്ദങ്ങളും ചോദ്യം ചെയ്യലും ഏറിയതോടെ തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം ഇരുവർക്കും വെളിപ്പെടുത്തേണ്ടി വരികയായിരുന്നു. പോണ്ടിച്ചേരിയിൽ നടത്തിയിരുന്ന ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനത്തെക്കുറിച്ചും എങ്ങനെയാണ് ഇവർ ഇവിടെ എത്തിപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇരുവരും പോണ്ടിച്ചേരിയിൽ ഉണ്ട് എന്നറിയാവുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം. അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും പ്രതികളിലേക്ക് എത്താൻ സാധിച്ചതും. വിഷ്ണു തന്നെയാണ് ദിവിൽ കുമാർ എന്ന് തെളിയിക്കാനുള്ള പരിശോധനകൾ ഇനിയും നടത്തേണ്ടതുണ്ട്. കൊലപാതകത്തിന് ശേഷം പോണ്ടിച്ചേരിയിലെത്തിയ പ്രതികൾ സ്വന്തമായി വിലാസമുണ്ടാക്കി അവിടെ നിന്ന് ആധാർ കാർഡ് എടുത്തു. പോണ്ടിച്ചേരിയിൽ ഒരു ഇന്റീരിയർ ഡിസൈനിങ് സ്ഥാപനം തുടങ്ങി. കാർപ്പൻ്റർ വർക്കുകൾ ഏറ്റെടുത്ത സ്ഥാപനം നല്ല രീതിയിൽ നടത്തിപ്പോന്നു. ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടാക്കിയ പ്രതികൾ ഇത്രയും കാലം നാട്ടിലേക്ക് ഒരിക്കൽ പോലും വന്നതായും വിവരമില്ല. പോണ്ടിച്ചേരിയിൽ തന്നെ അധ്യാപികമാരായി ജോലി ചെയ്യുന്ന യുവതികളെ ഇവർ വിവാഹവും കഴിച്ചു. 2 പേർക്കും കുട്ടികളുമായി. 18 വർഷക്കാലം നിയമത്തിന്റെ കണ്ണിൽപ്പെടാതെ കഴിഞ്ഞെങ്കിലും ചെന്നൈ CBI ഓഫീസിലേക്ക് നിർണായക സന്ദേശം ലഭിച്ചതോടെ 18 വർഷക്കാലം നിയമത്തിന്റെ കണ്ണിൽപ്പെടാതെ കഴിഞ്ഞെങ്കിലും ചെന്നൈ CBI ഓഫീസിലേക്ക് നിർണായക സന്ദേശം ഇവരെക്കുറിച്ച് ലഭിച്ചതോടെയാണ് പ്രതികൾ നിരീക്ഷണത്തിലാവുന്നത്. അഞ്ചൽ കൊലപാതകങ്ങളിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ കേരള പോലീസ് പ്രതികളെ കണ്ടെത്തുന്നവർക്കായി 50,000 രൂപ ഇനാം ആദ്യം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. രാജ്യവ്യാപകമായി തിരച്ചിൽ നടത്തി. പിന്നീട് ഇനാം തുക 2 ലക്ഷമായി ഉയർത്തുകയായിരുന്നു. 2006-ൽ സംഭവം നടക്കുമ്പോൾ കേരളത്തിലെ ക്രൈം കേസുകളുടെ ചുമതല CBI ചെന്നൈ യൂണിറ്റിനായിരുന്നു. അതുകൊണ്ടാണ് പ്രതികളെ തിരഞ്ഞ് ചെന്നൈ യൂണിറ്റ് തന്നെ പോണ്ടിച്ചേരിയിലെത്തിയത്. 2006-ലാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ രഞ്ജിനി എന്ന യുവതിയെയും അവരുടെ ഇരട്ടക്കുട്ടികളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്.